നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയത്തിന് ഒന്നുകൂടെ അവലോകനം ചെയ്യുകയാണ് ഈ വീഡിയോ. അതായത് ഗേറ്റിൻ്റെ പൊസിഷൻ. എല്ലാവർക്കും കൺഫ്യൂഷനുള്ളൊരു കാര്യം ഗേറ്റിൻ്റെ പൊസിഷൻ ഇത്രയും കൺഫ്യൂഷൻ വരാൻ കാരണം തന്നെ പല തിയറികളുണ്ട്. ഗേറ്റിൻ്റെ പൊസിഷന് വാസ്തുവിൽ പല തിയറികൾ. നമ്മൾ ഇടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ വസിഷ്ഠൻ റൂൾ എന്ന് ഞാൻ പറഞ്ഞിട്ടൊരു റൂൾ പറഞ്ഞു. അതായത് നമ്മൾ ഗേറ്റിനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ മതിലിൻ്റെ ലെങ്തിന് 9 ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ 4-ാമത്തെ 5-ാമത്തെ ഭാഗം ഇടതുവശത്തുനിന്ന്, നമ്മളുടെ ഇടതു ഭാഗത്തുനിന്ന് 4-ാമത്തെ 5-ാമത്തെ ഭാഗം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വസിഷ്ഠൻ റൂൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്കറിയാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പല കോൺസെപ്റ്റുകൾ നമ്മൾ ഗേറ്റിനെ സംബന്ധിച്ചുണ്ട്. ഒന്ന്, ബൃഹത് സംഹിത പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഗൃഹത്തിൻ്റെ പ്രവേശന കവാടത്തിലൂടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഗൃഹം വലതുവശത്തിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് ബൃഹത് സംഹിത അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും വാസ്തു ഇതിനെ നമുക്ക് ഗേറ്റിൻ്റെ പൊസിഷനെല്ലാം പറയാറുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല തിയറികളുള്ളപ്പോൾ ഒരു കൺഫ്യൂഷനുണ്ട്. ഏത് തിയറി ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഗേറ്റ് വയ്ക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാം. ഗേറ്റ് ഒരു കാരണവശാലും കന്നിമൂല ഭാഗത്ത്, അതായത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട റൂള് എന്തായാലും എല്ലാവരും അത് ബേസ് ചെയ്ത് വേണം നമ്മൾ മുകളിലോട്ട് ചിന്തിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഒരു തെക്ക് ദർശനമുള്ളൊരു വീടാണെങ്കിൽ നമ്മൾ അത് ഈ പറഞ്ഞ ഈസ്റ്റ് സെക്ടറിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. കാര്യം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു കാരണവശാലും നമുക്ക് ഗേറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ ജനറലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഐഡിയൽ ഗേറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ള ഗേറ്റിൻ്റെ പൊസിഷൻ. പിന്നെ നോർത്തിൽ നിന്നും ഈസ്റ്റിൽ നിന്നും 4-ാമത്തെയോ 9-ാമത്തെയോ ഖണ്ഡത്തിൽ ഗേറ്റ്, അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ലെങ്തിനെ ഡിവൈഡ് ചെയ്തിട്ട് 9-ാമത്തെയോ 4-ാമത്തെയോ ഖണ്ഡത്തിൽ വയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റൂള്. ഇനി വേറൊരു കോൺസെപ്റ്റ്, എല്ലാവരും പറയും മഹാദ്വാരം അല്ലെങ്കിൽ മെയിൻ ഡോറിന് നേരെ ഗേറ്റ് വരണം എന്നൊരു സംശയം എല്ലാവരും ചോദിക്കാറുണ്ട്. അത് ശരിക്കും കിഴക്ക് ദർശനമുള്ള വീടുകൾക്കാണ് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ. നിങ്ങളുടെ വീട് കിഴക്ക് ദർശനത്തിലാണെങ്കിൽ നിങ്ങളുടെ മെയിൻ ഡോറിൻ്റെ നേരെ ഒരു ചെറിയ ഗേറ്റ് കൊടുക്കുന്നത് വാസ്തുപരമായിട്ട് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ ഈ പടിപ്പുര കോൺസെപ്റ്റൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും ഈ തെക്ക് ദർശനം വീടുകൾക്കൊന്നും പടിപ്പുരയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് ഇതർ കിഴക്ക് ദർശനത്തിനാണ് ഏറ്റവും ഉത്തമം, ഇല്ലയെന്നുണ്ടെങ്കിൽ വടക്ക് ദർശനത്തിന് നമുക്ക് ചെയ്യാം. തെക്കിനും പടിഞ്ഞാറിനും നിങ്ങൾ ഈ പടിപ്പുര കോൺസെപ്റ്റ് ഒഴിവാക്കുക. അപ്പോൾ ഗേറ്റിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു മോഡേൺ രീതി എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഇപ്പോൾ റോളിംഗ് ഗേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കൺട്രോൾഡ് ആയിട്ടുള്ള ഗേറ്റ് ആയിരിക്കും. ഫുൾ ഒരു വീടിൻ്റെ ഫ്രണ്ടും ഗേറ്റ് വരുന്ന രീതിയിൽ ഇടയ്ക്ക് ഗ്യാപ്പുകൾ മാത്രം വെച്ചിട്ടുള്ള ഗേറ്റൊക്കെയാണ് ഇപ്പം ആർക്കിടെക്ചറലി നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ വാസ്തു പ്രിൻസിപ്പിൾസ് ഒരു പരിധിവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് ഗേറ്റിൻ്റെ പൊസിഷൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഈ വാസ്തു റൂൾസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വസിഷ്ഠൻ റൂൾ പ്രകാരമാണെങ്കിൽ മൊത്തം ലെങ്തിനെ 9 ഡിവൈഡ് ചെയ്തിട്ട് 4-ാമത്തെയോ 5-ാമത്തെയോ ഖണ്ഡം ഇടത് ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുന്ന ഇടത് ഭാഗത്തുനിന്ന് 4-ാമത്തെ 5-ാമത്തെ, ഇല്ലെന്നുണ്ടെങ്കിൽ വടക്ക് നിന്നോ കിഴക്ക് നിന്നോ 4-ാമത്തെയോ 9-ാമത്തെ ഖണ്ഡത്തിൽ നമുക്ക് ഗേറ്റ് കൊടുക്കാം. പിന്നെ ഒരു കാരണവശാലും കന്നിമൂലയിൽ ഗേറ്റ് കൊടുക്കരുത്, കന്നിമൂല ഭാഗത്ത് ഒരു കാരണവശാലും ഗേറ്റ് കൊടുക്കരുത്. പിന്നെ പ്രിഫറബിളി നോർത്ത് ഈസ്റ്റിൽ ഗേറ്റ് വരുന്നതാണ് ഏറ്റവും ഉത്തമമായ സ്ഥാനം. ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.